പെരുന്നാൾ അവധി മാറ്റിയ സർക്കാർ നടപടിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. അവധി മാറ്റിയ സർക്കാരിന്റെ നടപടിയെ UDF നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. വിവാദം വർഗീയ വിഷം കലക്കാനാണെന്ന് CPM നേതാക്കൾ പറഞ്ഞു. പെരുന്നാളിന്റെ കലണ്ടർ അവധി റദ്ദു ചെയ്തത് വിവാദമായിരുന്നു. പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത്. സർക്കാർ നടപടിയെ ന്യായീകരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. നേരത്തെ കണ്ടിരുന്നത് അത് പെട്ടെന്ന് മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനൊരു പ്രതിഷേധത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിന്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല. UDF വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയും പറഞ്ഞു. കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വിഷമാണ്. ഈ വിഷവും കൊണ്ട് നടക്കുന്ന കുറവുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ പ്രചാരകരെ അവഗണിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. വിഷയത്തെ ആരും വർഗീയമായി കണ്ടിട്ടില്ലെന്നും സർക്കാർ സമയബന്ധിതമായി തീരുമാനമെടുക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു. പെരുന്നാൾ അവധിയുമായി കൺഫ്യൂഷൻ പറ്റിയത് ഗവൺമെന്റിനാണ്. സമയത്തിന് തീരുമാനം എടുക്കാത്തതാണ് അതിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ. നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തുവെച്ച ഉദ്യോഗസ്ഥർ അവധി റദ്ദാക്കിയതോടെ പ്രതിസന്ധിയിലായി. മീഡിയ 1 നിലമ്പൂർ.